തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള തിടമ്പ് നൃത്തം കാണാൻ ക്ഷേത്രത്തിലും പൂക്കോത്തുനടയിലും ആദ്യ ദിനം തന്നെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ തിടമ്പ് നൃത്തം ഒരു നോക്കു കാണാനായി ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. മാർച്ച് 6-ന് ഉച്ചയോടെ നടന്ന കൊടിയേറ്റത്തോടെയാണ് ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. ഉത്സവം കൊടിയേറിയാൽ മഴൂർ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ അറിയിക്കണമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ചെന്ന് മണിയടിച്ചാണ് ഉത്സവ വിവരം അറിയിക്കുന്നത്. അന്നേ ദിവസം തന്നെ രാത്രി 1 മണിയോടെ മഴൂർ ബലഭദ്രസ്വാമി അനിയനടുത്തേക്ക് എഴുന്നള്ളുന്നു. 8 കിലോമീറ്റർ ബലരാമന്റെ തിടമ്പ് തലയിലേന്തി ഓടി എഴുന്നള്ളുന്നതാണ് തൃച്ചംബരം ഉത്സവത്തിന്റെ ഏറ്റവും ആകർഷണീയമായ മുഹൂർത്തം. ഐതിഹ്യങ്ങളെ മാറ്റി നിർത്തി ഈ ഉത്സവത്തെ പ്രതിപാദിക്കാൻ സാധിക്കില്ല എന്നതിനാൽ തന്നെ ഇവിടത്തെ ഉത്സവ സമ്പ്രദായങ്ങളും ഐതിഹ്യങ്ങളാൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്ന് കാണാൻ സാധിക്കും. കംസവധം കഴിഞ്ഞ ഭാവത്തിലാണ് ഇവിടത്തെ ശ്രീകൃഷ്ണ സങ്കല്പം. കൃഷ്ണനെയും ബലരാമനെയും വധിക്കാൻ കംസൻ നിയോഗിച്ച കുവലയപീഠം എന്ന മദയാനയെ കൊന്ന് അതിന്റെ ഊരിയെടുത്ത കൊമ്പുമായി കംസനിഗ്രഹം നടത്തിയ കൃഷ്ണനെയാണ് ഇവിടെ ആരാധിച്ചു വരുന്നത്. അതിനാൽ തന്നെ ഇതര ക്ഷേത്രങ്ങളിലെ കൃഷ്ണസങ്കല്പങ്ങളെ അപേക്ഷിച്ച് അല്പം രൗദ്രഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഐതിഹ്യം. അതിനാൽ തന്നെ ആനയെ എഴുന്നള്ളിക്കുന്നത് ഇവിടെ നിഷിദ്ധമായിട്ടാണ് കരുതിപ്പോരുന്നത്. അതേസമയം കുട്ടിക്കളിയുടെ ഭാവത്തിൽ ഓട്ടവും ബഹളവുമൊക്കെ ഈ ഉത്സവത്തിന് ഉണ്ട്. ജ്യേഷ്ഠാനുജന്മാരായ മഴൂരപ്പൻ ബലഭദ്രനും തൃച്ചംബരത്തപ്പൻ ശ്രീകൃഷ്ണനും പൂക്കോത്തുനടയിൽ തിടമ്പേന്തി ആനന്ദ നൃത്തമാടുന്നതാണ് തൃച്ചംബരം ഉത്സവത്തിലെ പ്രധാന ചടങ്ങ്. പിന്നീട് അങ്ങോട്ടുള്ള 14 നാളുകൾ തൃച്ചംബരം വൃന്ദാവന സദൃശമാകും. തൃച്ചംബരത്തപ്പന്റെ ശ്രീകൃഷ്ണബിംബം എഴുന്നള്ളിക്കുന്ന ക്ഷേത്ര മേൽശാന്തിയുടെ മനോധർമ്മം മാത്രമാണ് ഇവിടെ അടിസ്ഥാനം. ഓടാൻ തോന്നിയാൽ ഓടാം, താളത്തിനൊപ്പം നൃത്തം ചവിട്ടാൻ തോന്നിയാൽ അതാവാം, ഇനി എല്ലാം അവസാനിപ്പിച്ച് ക്ഷേത്രത്തിലേക്ക് മടങ്ങാൻ തോന്നിയാൽ അതുമാകാം. എല്ലാം കുട്ടിക്കളിയുടെ ഭാഗം മാത്രം. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ആകർഷണവും. ഗോവിന്ദം വിളിയുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടി ഈ കുട്ടികളികൾക്ക് മാറ്റുകൂട്ടും.
പൂക്കോത്തില്ലത്തെ പരമഭക്തനായ ഒരു ബ്രാഹ്മണന് പ്രായാധിക്യം കാരണം നിത്യേനയുള്ള ഭഗവത് ദർശനം മുടങ്ങി. ഇതിൽ വിഷമിച്ച ബ്രാഹ്മണൻ ഭഗവാൻ കൃഷ്ണന്റെ ബാലലീലകൾ കാണുവാൻ ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിച്ചു. പതിവ് പോലെ കുഞ്ഞരയാൽ തറയിൽ എഴുന്നള്ളത്തിന് ശേഷം ക്ഷേത്രനടയിലേക്ക് മടങ്ങാനിരുന്ന ഭഗവാൻ ഈ പ്രാർത്ഥന കേട്ടു. തുടർന്ന് ജ്യേഷ്ഠനായ ബലരാമനൊപ്പം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പൂക്കോത്ത് നടയിലേക്ക് ഓടിയ കൃഷ്ണൻ തന്റെ ഭക്തന് ദർശനം നൽകാനായി ബാലലീലകൾ ആടിയെന്നാണ് ഉത്സവത്തിന്റെ ഐതിഹ്യം. ഉത്സവം കാണാനായി വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് എത്തുന്നത്. നൃത്തോത്സവം, ബാലലീലോത്സവം, ദേവോത്സവം, മഹോത്സവം തുടങ്ങിയവയാണ് പ്രധാന ആഘോഷങ്ങൾ. കൂട്ടത്തിലോട്ടം, ആനന്ദ നൃത്തം, കൂടിപ്പിരിയൽ തുടങ്ങിയവയും ഉത്സവത്തിന്റെ ഭാഗമാണ്.